ശരിയല്ല കൺമഷി. ഈ നിലയ്ക്ക് പോയാൽ അയാൾക്ക് ഒരു പണി കൊടുക്കേണ്ടി വരും. അയാൾക്കൊരു പണിയുണ്ട്, പൂജ. അത് പോരെ? അതല്ല കൺമഷി, ഈ ഗുണ്ടൂസ് ഒരു ഉണ്ണിയപ്പൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ വർത്താനം കേട്ടില്ലേ? ഉണ്ണിയപ്പൻ ഗണപതിയുടെ അല്ലേ? അയാൾ എന്തിനാ പിശ് കാണിക്കുന്നേ? ഇതാ പൂച്ചയുടെ ബൈക്കല്ലേ? പൂച്ചയുടെ ബൈക്കോ? ആ, നമ്മൾ മെഡിക്കൽ റെപ്പിന് വെച്ച ആ കെണിയിൽ വന്ന് ചാടിയില്ലേ ഒരു പൂച്ചക്കാണ്. ആ ശരിയാ, ഇതവന്റെ ബൈക്ക് തന്നെയാ. എങ്കിൽ പൂച്ച ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. എന്താ? ഹലോ. അയ്യേ, അപ്പൊ ഇതാണല്ലേ പരിപാടി? ആള് വിചാരിച്ച പോലെ നല്ലല്ലോ. എന്ത്? പെണ്ണുങ്ങളുടെ കുളിസീൻ എടുത്തോണ്ടിരിക്കല്ലേ? പെണ്ണെ, അനാവശ്യം പറയരുത്. ഞാൻ സീനറി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അത് മനസ്സിലായി. സീനറിയിൽ പെണ്ണുങ്ങളുടെ കുളിയും കൂടെ ഉണ്ടായാ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ? അത് നീ കുളിക്കായിരുന്നെങ്കിൽ അപ്പറഞ്ഞത് നേരാ. എപ്പോഴാ കുളിക്കാൻ വരാ? അയ്യോ, വാച്ച് എടുത്തില്ല. സമയം പറയിക്കാട്ടോ. നീ പോടി പെണ്ണെ. മതിയാ നോക്കിയത്. ഒന്ന് വേഗം വെട്ടി തീർക്കണോ? മനോരേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താ കൺമഷി? അതാരാ കുളിച്ചോണ്ടിരിക്കുന്നത് ചേട്ടാ? ആ, ഒന്ന് എന്റെ ഭാര്യ, മറ്റേതെന്റതും. എന്താ കാര്യം? ചേട്ടന്റെ ഭാര്യ വിളിക്കുന്ന ആരെങ്കിലും നോക്കിയാ ചേട്ടൻ എന്തെങ്കിലും ചെയ്യൂ? അവന്റെ കണ്ണ് ഞാൻ കുത്തി പിടിക്കും. വരട്ടെ വരട്ടെ, ചൂടാവല്ലേ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഭാര്യ കുളിക്കുന്നത് ഷൂട്ട് ചെയ്തോണ്ട് പോയി ടിവിയിലിട്ട് നാട്ടുകാരെ മുഴുവൻ അത് കാണിക്കുന്നവനെ ചേട്ടൻ എന്ത് ചെയ്യും? ഒന്നുകളെ ഞാൻ. ആരവൻ? ദാ നിൽക്കുന്ന മുമ്പ് തന്നെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ പെണ്ണ് വെറുതെ നുണ പറയുന്നത്. നുണയാണോ നേരാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. ദാ, ഈ വെള്ളം കോരി ഒഴിക്കുന്നല്ലേ ചേട്ടന്റെ ഭാര്യ? അയ്യോ, എന്റെ ഭാര്യ. ഒരു കാര്യം പറയട്ടെ, എന്ത് വേണേ ചെയ്തോ. ഒരു മിനിറ്റ്. അയ്യോ, അല്ല, കുറച്ച് കൂടി പോയോ? ഏയ്, കൂടിയിട്ടൊന്നുമില്ല. നിന്റെ കുളി നീ ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ. എന്റെ കുളി ഞാനിന്ന് കൊല കുളിയാക്കി തരാടാ. ഓ സോറി. അല്ല, ഓ കിഴി വെച്ചോ. അങ്ങനെ നാളെ രാവിലെ ആ കേശവ വൈദ്യരെ ഒന്ന് കാണണം. എന്തിന്? അയാള് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആളല്ലേ? അതുകൊണ്ടാ അയാളെ തന്നെ പോയി കാണുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്കേ ഭ്രാന്ത, മുഴുവൻ ഭ്രാന്ത്. അല്ലെങ്കിൽ എന്തിന്റെ അസുഖം ഈ വയസ്സുകാലത്ത് വലിഞ്ഞു കയറി അഭ്യാസ പ്രകടനം നടത്തിയത്? നീ അല്ലേ പറഞ്ഞത് ആ മുംബൈ വാലയുടെ മേളിൽ ഒരു കണ്ണ് വേണമെന്ന്? അതുകൊണ്ടാണ് ഞാൻ വലിഞ്ഞു കയറിയത്.
വീണ് ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ എന്റെ മോനെ എന്ത് ചെയ്യും? വിധവാ പെൻഷൻ കിട്ടാൻ പോലും വകുപ്പില്ലല്ലോ. ആനന്ദം ഡിസ്കോ പറഞ്ഞു. ഇനി ചങ്ക് പറയുന്ന വർത്തമാനം കൂടി പറയാതെ എന്തായാലും അവന്റെ അസ്ഥിവാരം തോണ്ടി പുറത്തിട്ടിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. ഈ ഒരു വീഴ്ച കൊണ്ടൊന്നും തളരുന്നവനല്ല ഞാൻ. അയ്യോ അയ്യോ, എന്നെ വിട്ടേച്ച് പോയോ? ഈ പൂച്ച എന്താ ഇവിടെ? കൺമഷി എന്താ അന്തം വിട്ട് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. അയ്യോ ഇതെന്താ ബെൽറ്റ് ഒക്കെ? പൈപ്പിന്റെ മേളില് യോഗ ചെയ്തപ്പോ ഡിസ്ക് തെറ്റിയതാ. അയ്യോ സോറി സോറി സോറി. ആ പോയത് ആരാ വക്കീലമ്മ? എന്റെ കാലൻ. കാലനോ? നീ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലല്ലോ. എവിടെയായിരുന്നു 2 ദിവസം? എന്നെ ഈ കോലത്തിലാക്കിയത് അവൻ ഒരുത്തനാ. വിടില്ല ഞാൻ. ബോംബെ എന്ന് ടെക്സ്റ്റൈൽ ഡിസൈനർ എന്നും പറഞ്ഞ് ഇറക്കുമതി ചെയ്ത ഉരുപ്പടിയാ പോയത്. എന്റെ ഡിസൈൻ മാറ്റിയ സ്ഥിതിക്ക് അവൻ പലരുടെയും ഡിസൈൻ മാറ്റും. നിനക്കറിയാവനെ? ഏയ് എനിക്കറിയില്ല. എനിക്കറിയാവനെ. അവനൊരു ചാരനാണ്. അവന്റെ ചാരൻ ഞാൻ കുടുക്കയിലാക്കും. സാറ് വിഷമിക്കണ്ട, ഇത് നമ്മൾ ആണുങ്ങൾ ചെയ്യുന്നത് തന്നെയാ. പിന്നെ സാറിന് ഇവിടുത്തെ രീതികൾ വശമില്ലാത്തതുകൊണ്ട് ഒരു അബദ്ധം പറ്റി. താനിത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഞാൻ സ്ത്രീകൾ കുളിക്കുന്ന കാണാൻ പോയതല്ല, പിന്നെ എന്നെ ചീറ്റ് ചെയ്തതാ. ആര്? ആ പെണ്ണുങ്ങളോ? അല്ല, ഒരു പെണ്ണ്. ഒരു പെണ്ണോ? സാറിനെ ചതിയിൽപ്പെടുത്താൻ മാത്രം മിടുക്കുള്ളൊരു പെണ്ണേതാ ഇവിടെ? കൺമഷിയോ ചാന്തോ അങ്ങനെ ഏതോ ഒരു സാധനം. എന്തായാലും നാണം കെട്ടു. ഇനി ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നാലും അവളെ ഞാൻ വെറുതെ വിടില്ല. അല്ല, അതിപ്പോ ഒരു പ്രശ്നമാക്കണോ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കഴിയേ, ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവളെ ഞാൻ നിർത്തിപ്പൊരിക്കും. അല്ല, അതൊക്കെ വേണോ? നമുക്കിതങ്ങ് ഒതുക്കി തീർക്കാം. എനിക്കറിയാവുന്ന കൺമഷി അതാണ്. താങ്കൾ ഉദ്ദേശിച്ചാലും അത് തന്നെയാണോ? അതെ. ആ, വരൂ. കൺമഷി, അയ്യരെ, അടിക്കണ്ടായിരുന്നു. ഇനി വീട്ടുകാർ വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് പോവാം. പേടിക്കണ്ട, ആരും പ്രശ്നം ഉണ്ടാക്കില്ല. കൺമഷി എന്റെ മോള. മോളെ, അപ്പാവോട് ദേഷ്യണ്ടോ? ഇന്നേ വരെ എന്റെ കൺമഷിയെ നുള്ളി നോവിച്ചിട്ടില്ലപ്പാ. ഒരു മുതിർന്ന പെണ്ണാണെന്ന കാര്യം മോള് മറക്കരുത്. എനിക്കറിയില്ലായിരുന്നു അയാള്. ഓട്ടെ മോളെ, ഓട്ടെ. മോക്ക് വേദനിച്ചോ? അല്ലേ തന്നെയാണെങ്കിലും വേദനിച്ചത് അപ്പാവുക്ക.